മലബാർ ഗോൾഡും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നല്ലേ? ഇത് മലബാർ ഗോൾഡും പാകിസ്ഥാനും തമ്മിൽ എന്താ? എനിക്കും തോന്നുന്നു അങ്ങനെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ വളരെ പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി സ്ഥാപനമാണ് മലബാർ ഗോൾഡ്, അല്ലേ? കോഴിക്കോടാണ് ആസ്ഥാനം. അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ചെയർമാൻ. ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മലയാളിയായ ഒരു വ്യവസായി, കേരളത്തിലെ ഒരു വ്യവസായ സ്ഥാപനം ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുന്നത് നമുക്ക് അഭിമാനമാണ്. കാരണം അത് നമ്മുടെ മലയാളിയുടെ യശസ്, ഇന്ത്യയുടെ യശസ് ലോകം മുഴുവൻ പരക്കാൻ മലബാർ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ, അല്ലേ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് മലബാർ എന്നുള്ളത്. ഇന്ത്യയുടെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കും. പക്ഷേ ഇപ്പോൾ ലണ്ടനിലെ UK-യിലെ ബർമിംഗ്ഹാമിൽ മലബാർ ഗോൾഡിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നല്ല കാര്യം, അല്ലേ? അതെ, നമുക്ക് അഭിമാനിക്കാം. നമുക്ക് അവിടെ ബർമിംഗ്ഹാമിൽ ഉണ്ടടാ നമ്മുടെ ആളുകൾ, മലയാളി അവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എനിക്കത്ര അഭിമാനമായി തോന്നുന്നില്ല. പ്രിയപ്പെട്ട AP അഹമ്മദ്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. എനിക്ക് പരിചയമുണ്ട്, അദ്ദേഹത്തിന് അറിയില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഞാൻ കൗമുദിലുണ്ടായിരിക്കുമ്പോൾ കൗമുദിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹവുമായി ഇൻ്റർവ്യൂവിന് പോകേണ്ടിയിരുന്നത് ഞാനായിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, വേറെ ആളാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ മുമ്പൊരിക്കൽ അദ്ദേഹം വിവാദത്തിൽപ്പെട്ടു, അല്ലേ? മലബാർ ഗോൾഡ് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് മലബാർ ഗോൾഡ് ഒരു പരസ്യം ചെയ്തു. ഇന്ത്യയിലെ ഒരു സ്ഥാപനം പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനത്തിന് ആശംസകൾ അറിയിച്ച് പരസ്യം ചെയ്യുന്നു, അതും കേരളത്തിൽ ഉൾപ്പെടെ ചെയ്തു, അല്ലേ? എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അത് വലിയ വിവാദമായി പിന്നീട് എന്തൊക്കെയോ വിശദീകരണമൊക്കെ ആയിട്ട് വന്നിട്ട് അതങ്ങോട്ട് തണുത്തങ്ങ് പോയി. വലിയ വിവാദമായിരുന്നു. മലബാർ ഗോൾഡിനെ കുറിച്ച് ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആക്രമണമൊക്കെ ഉണ്ടായി. പക്ഷേ ബർമിംഗ്ഹാമിനെ കുറിച്ച് ആരും അങ്ങനെ പറയുന്നില്ല. ബർമിംഗ്ഹാമിൽ മലബാർ ഗോൾഡിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ആളുടെ പേര്, ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഉദ്ഘാടകയാണോ അതോ ഉദ്ഘാടനത്തിന് വലിയ റോള് വഹിച്ച ആൾ അലി ഷാ ചൗധരിയാണ്. അലി ഷാ ചൗധരി പാകിസ്ഥാനി ഇൻഫ്ലുവൻസറാണ്. അവർ വന്ന്, അതായത് ബർമിംഗ്ഹാമിൽ മലയാളിയുടെ സംരംഭമായ, ഇന്ത്യൻ സംരംഭമായ മലബാർ ഗോൾഡ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലെ മുഖ്യ ആകർഷണ ബിന്ദുവായി ക്ഷണിക്കപ്പെട്ട് കൊണ്ടുവന്ന് ക്യാമ്പയിൻ ക്ഷണിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എനിക്കറിയില്ല, എൻ്റെ ധാരണയാണ്. തെറ്റാണെങ്കിൽ തിരുത്തട്ടെ, നമുക്ക് തിരുത്താം. പക്ഷേ അവിടെ അലി ഷാ ചൗധരി വന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും മലബാർ ഗോൾഡിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ചിത്രങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അലി ഷാ ചൗധരിക്ക് എന്താ കുഴപ്പം? അവർ പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനി ആയതുകൊണ്ട് എന്താ കുഴപ്പം? പാകിസ്ഥാനിയാണ് എന്നതല്ല കുഴപ്പം, അവർ അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധയാണ്. ഇന്ത്യക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം നിലപാടെടുക്കുന്നവരാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യക്കെതിരെ വലിയ ആക്ഷേപം നടത്തി. അവരുടെ സോഷ്യൽ മീഡിയയിലുണ്ട്, അവരുടെ പോസ്റ്റുകളുണ്ട്, അവരുടെ വീഡിയോകളുണ്ട്. അപ്പോൾ ഉദ്ഘാടനത്തിന് മലബാർ ഗോൾഡിൻ്റെ ബർമിംഗ്ഹാമിലെ ഉദ്ഘാടനത്തിന് പരസ്യം ചെയ്യാൻ അലി ഷാ ചൗധരിയെ തന്നെ ഉപയോഗിക്കണമായിരുന്നോ പ്രിയപ്പെട്ട AP അഹമ്മദ് സാഹിബ്, അല്ലേ? അദ്ദേഹത്തോട് എല്ലാ സ്നേഹാദരങ്ങളോട് ചോദിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ച് രാജ്യത്തിന് ഇത്രയേറെ മുറിവേൽപ്പിച്ച ഒരു സംഭവമില്ല. പഹൽഗാമിൽ 26 ആളുകളുടെ ജീവനെടുത്ത, മതം നോക്കി വെടിവെച്ചു കൊന്ന, കലിമ ചൊല്ലാത്തവരെ എല്ലാം വെടിവെച്ചു കൊന്ന 26 കുടുംബങ്ങളിലെ സിന്ദൂരം, സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ നിഷ്ഠൂരമായ സംഭവം അങ്ങയുടെ ഓർമ്മയിലല്ലേ? അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള സൈനിക നടപടി സ്വീകരിച്ചു. അത് അങ്ങ് ഓർക്കുന്നില്ലേ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അലി ഷാ ചൗധരി എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ അവരുടെ ഒരു പോസ്റ്റ് വായിക്കാം. എത്രമാത്രം ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് ഇന്ത്യ. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അലി ഷാ ചൗധരി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളം വിവർത്തനം വായിക്കുന്നത്. പഹൽഗാമിലെ പാകിസ്ഥാൻ്റെ പങ്കിനെ കുറിച്ച് ഒരു തെളിവും ഹാജരാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ മന്ത്രിമാർ പാർലമെന്റിൽ പറഞ്ഞു ഞങ്ങൾ ഇതിന് പിന്നിലെന്ന്, അല്ലേ? അതെ. അപ്പോഴാണ് അലി ഷാ ചൗധരി പറയുന്നത് പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു തെളിവും, പഹൽഗാം ആക്രമണത്തിൽ ഒരു തെളിവും ഹാജരാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഭീരുത്വം നിറഞ്ഞ നടപടിയാണ്. രാത്രിയാണ് ഇന്ത്യ ആക്രമണത്തിന് തിരഞ്ഞെടുത്തത്. എന്നിട്ടോ നിങ്ങളൊരു മസ്ജിദ് തകർത്തു. അവിടെ മർക്കസിന് നേരെ ആക്രമണം ഉണ്ടായി. അതാണ്
ഇവരുടെ ഈ തീവ്രവാദി സംഘടനയുടെ കേന്ദ്രമായിരുന്ന മർക്കസ് നമ്മൾ തകർത്തു. ഒരു മസ്ജിദിനെ മുന്നം വെച്ചു നിങ്ങൾ സിവിലിയന്മാരെ കൊന്നു, സാധുജനങ്ങളെ കൊന്നു. ഈ തീവ്രവാദികളാ സാധുജനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഹിപ്പോക്രസിയാണ്, ഇരട്ടത്താപ്പാണ് ഇത് എന്ന് പറഞ്ഞ് ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ വായിച്ചതാണ്. ഇങ്ങനെ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശുന്ന, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ഒരാളെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു സ്ഥാപനം അവരുടെ ലണ്ടനിലല്ല UK-യിലെ ബർമിംഗ്ഹാമിലെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പരസ്യം ചെയ്യാൻ വിളിച്ചു കൊണ്ട് പോകണമായിരുന്നു എന്ന് മലബാർ ഗോൾഡ് ആലോചിക്കണം. ഇതിനകത്ത് അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, ബർമിംഗ്ഹാം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ UK-യിലെ ഇസ്ലാമാബാദാണ്. വലിയ തോതിൽ മുസ്ലിം കുടിയേറ്റമുള്ള പാകിസ്ഥാനികൾ വലിയ തോതിൽ താമസിക്കുന്ന സ്ഥലമാണ് ബർമിംഗ്ഹാം. അവിടുത്തെ MP ആണ് അവിടുത്തെ ഇനി ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്ന വാർത്തകൾ. അതെ, ബർമിംഗ്ഹാമിലെ MP ആണ്. അതായത് നുഴഞ്ഞുകയറ്റക്കാരെ ഷബാന അഹമ്മദ്, ഷബാന, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഷാമാന മഹമ്മൂദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത്. അതായത് അവിടുന്ന് നുഴഞ്ഞുകയറ്റക്കാരായിരിക്കുന്ന മുസ്ലിമുകളെ ഒഴിപ്പിക്കുന്ന നടപടിക്ക് നേതൃത്വം കൊടുക്കാൻ പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഷബാനയാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിട്ട്. അങ്ങനെ ഇരിക്കുന്നു കണ്ടറിയാം. അപ്പോൾ അത് മാത്രമല്ല, പാകിസ്ഥാനിലെ 17 മേയർമാർ ഇപ്പോൾ പാകിസ്ഥാനിലല്ല UK-യിലെ ബ്രിട്ടനിലെ 17 മേയർമാർ ഇപ്പോൾ പാകിസ്ഥാൻ വംശജരാണ്. അപ്പോൾ പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് അത് ഇന്ത്യ ഒരു ബ്രാഞ്ച് തുറക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? പാകിസ്ഥാനിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കൊണ്ടുവരണം. അത് മാത്രമല്ല, അതിലൊക്കെ വേണ്ടി വന്നാൽ കച്ചവടം പാകിസ്ഥാനികളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പാകിസ്ഥാനികളെ ഉദ്ദേശിച്ച് ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ? ശരിയാണ് സർ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇന്ത്യക്കെതിരെ വർത്തമാനം പറയുന്നതാണ്, അല്ലേ? പക്ഷേ അത് പറഞ്ഞൂടെ? അത് പറയുമോ നാളെ? അത് പറഞ്ഞത് ഈ AP അഹമ്മദുമായിട്ട് ഞാൻ ഒന്നിലധികം തവണ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. പക്ഷെ അയാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ ഈ ശരിക്കും മലബാർ ഗോൾഡിൻ്റെ ഒരു അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നുകൂടെ പൈസ പിരിച്ചിട്ട് അവരുടെ ഈ ഫണ്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നല്ല രീതിയാണ്. ഈ സ്വർണ്ണത്തിന് വില കൂടുമ്പോഴാണ് സാധാരണ ഈ AP അഹമ്മദിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത്. കാരണം എന്തുകൊണ്ട് ഈ സ്വർണ്ണം വില കൂടുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാം, അതിനകത്തുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെയാണ് വിവരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ AP അഹമ്മദിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒക്കെ അവർ പറയുന്ന പോലെ കേട്ട് മാറുന്നതായിരിക്കുമോ? എനിക്കൊരു സംശയം. നമുക്ക് രാജ്യം, ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ വളരട്ടെ, നമുക്ക് വലിയ തോതിൽ പണം വരട്ടെ, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമുക്കൊരു അഭിമാനമില്ലേ? സ്വാഭിമാനം, അതുണ്ട്, ദേശീയത. അതിനെ വിട്ട് കളഞ്ഞിട്ട് അതാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ പാകിസ്ഥാനികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. പാകിസ്ഥാനികൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇന്ത്യയെ ചിത്ത പറയുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ എഴുതി വെക്കുമോ? ഇന്ത്യയെ നിന്ദിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമോ? അതില്ല. അതൊരു തുല്യമായ ഒരു കാര്യമല്ലേ ഇത്? അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റായ ഒരു നമ്മുടെ മലയാളികളുടെ കാര്യമല്ലേ, ഷഹീദ് അഫ്രീദി അല്ലേ, അതും മലയാളികളാണ്. മലയാളികൾക്ക് ഈ ചില ആളുകൾക്ക് ഇങ്ങനെ അന്നത്തെ മലയാളികൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ സ്നേഹവും ഒലിപ്പീരുമായിരുന്നല്ലോ. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് കക്ഷത്തി വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന നിലപാടെടുക്കുന്ന ഇന്ത്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മലയാളികളാണ്. അത് ഗൾഫിൽ തെളിയിച്ചു. എന്തൊരു നാണക്കേടായിരുന്നു നമുക്ക്. എന്നിട്ടിപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ പറ്റും സാർ? എന്ത് ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്നത് സ്വന്തം ഹൃദയത്തിൽ നിന്നുണ്ടായി വരേണ്ടതാണ്. നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ ഈ ഷഹീദ് അഫ്രീദിനെ വിളിച്ചവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ഈ പാകിസ്ഥാനി ഇൻഫ്ലുവൻസർ അലിഷ ചൗധരിയുടെ മറ്റൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. അത് മലബാർ ഗോൾഡിൻ്റെ ശ്രീ AP അഹമ്മദും ഈ പാകിസ്ഥാൻ ക്രിക്കറ്ററെ വിളിച്ച പാകിസ്ഥാനികളും കേൾക്കേണ്ടതാണ്. ഇവർ പറയുകയാണ്, അലീഷ പറയുകയാണ്, എൻ്റെ ഫോളോവേഴ്സിൽ 60% പേരും ഇന്ത്യക്കാരാണ്. ഞാനത് കാര്യമാക്കുന്നില്ല. അവർ പോട്ടെ, എനിക്ക് ഭീഷണിയൊക്കെ വരുന്നുണ്ട്, ആദ്യം ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ ഫോളോവേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള എൻ്റെ പ്രശ്നമല്ല, എനിക്ക് എൻ്റെ രാജ്യത്തോട് മാത്രമാണ് കൂറ്, പാകിസ്ഥാനോട്. അവർ പറയുകയാണ്, ചരിത്രത്തിൻ്റെ ശരിയായ വശത്ത് ഞാൻ നിൽക്കുന്നു.
ഇന്ത്യൻ ഫോളോവേഴ്സിനെ നഷ്ടപ്പെടുമെന്നോർത്ത് എന്നെപ്പോലെയുള്ള പാകിസ്ഥാനിലെ ചില ഇൻഫ്ലുവൻസർമാർ മിണ്ടാതിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് എനിക്ക് നാണം വരുന്നു. എൻ്റെ കൂറ്, എൻ്റെ ലോയൽറ്റി എൻ്റെ രാജ്യത്തോട് മാത്രമാണ്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഇതാലോചിക്കണം. അലീഷ പറയുന്നു, ഞാൻ ഇന്ത്യക്കെതിരെ നിലപാടെടുത്താൽ എൻ്റെ 60% ഫോളോവേഴ്സ് ഇന്ത്യക്കാരാണ്, അവരെ എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്കൊന്നുമില്ല, പോട്ടെ. എനിക്ക് ഭീഷണിപ്പെടുത്തിയാൽ എനിക്കൊന്നുമില്ല, വരട്ടെ ഭീഷണി. എനിക്ക് എൻ്റെ രാജ്യത്തോട് മാത്രമാണ് കൂറ്. എൻ്റെ രാജ്യത്തുള്ള മറ്റുള്ളവർ ഇന്ത്യക്കാരായ ഫോളോവേഴ്സിനെ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എൻ്റെ രാജ്യം ജയിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അലീഷ ഇങ്ങനെ പറയുമ്പോൾ നമ്മളോ? എനിക്ക് ബർമിംഗ്ഹാമിൽ വരുമ്പോൾ പാകിസ്ഥാനെ സൂചിപ്പിക്കാനുള്ള കാര്യം നേടിയില്ലെങ്കിൽ എനിക്ക് കച്ചവടം പോകും. അപ്പോൾ ഞാൻ ബർമിംഗ്ഹാമിൽ വരും, എനിക്ക് പാകിസ്ഥാൻ കച്ചവടം കിട്ടിയില്ലെങ്കിലും ഞാൻ ഇന്ത്യ വിരുദ്ധരെ കൊണ്ടുവരത്തില്ല എന്ന് പറയാൻ നമ്മുടെ വ്യവസായികൾക്ക് കഴിയുന്നില്ല, നമ്മുടെ വിദേശ മലയാളികൾക്ക് കഴിയുന്നില്ല. ഞാൻ ദുബായിൽ നിൽക്കുമ്പോൾ എനിക്ക് ചില സൗകര്യങ്ങൾ കിട്ടാൻ ഞാൻ ആരെ കൊണ്ടുവരും? ഞാൻ പാകിസ്ഥാനെ കൊണ്ടുവരും. പാകിസ്ഥാനികളെ അകറ്റി നിർത്തിയാൽ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമോ മറ്റ് സൗകര്യങ്ങൾ കിട്ടാതിരിക്കുകയോ വന്നാൽ ഞാനങ്ങ് സഹിക്കും എന്ന് പറയാൻ മലയാളി തയ്യാറാവുന്നില്ല. അവിടെ എനിക്ക് സത്യത്തിൽ അലീഷയോട് എനിക്ക് ബഹുമാനമാണ്, അലീഷ ചൗധരിയോട് എനിക്ക് ബഹുമാനമാണ്. കാരണം അവർ പറയുന്നു, എൻ്റെ ഫോളോവേഴ്സെല്ലാം ഭൂരിഭാഗവും ഇന്ത്യക്കാർ, അവർ പോട്ടെ, ഞാൻ പാകിസ്ഥാൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ എൻ്റെ രാജ്യത്തോടാണ്. സത്യത്തിൽ നമ്മുടെ ഈ ഷഹീദ് അഫ്രീനെ വിളിച്ച നമ്മുടെ മലയാളികൾ മുതൽ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലെ തലപ്പത്തിരിക്കുന്നവർ വരെ ഈ അലീഷ ചൗധരിയെ പോലെ സംസാരിക്കണം. സ്വന്തം രാജ്യത്തോടാണ് കൂറെന്ന് ഉറക്കെ പറയണം എന്ന് അലീഷയുടെ പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. മലബാർ ഗോൾഡ് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കട്ടെ, മലയാളിക്ക് അഭിമാനകരമായ സ്ഥാപനമാവട്ടെ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.